പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വെള്ളത്തെ വീഞ്ഞാക്കാൻ സാധ്യമോ? നമുക്ക് നോക്കാം. നമ്മോടൊപ്പം പാസ്റ്റർ രാജേഷ്, പാസ്റ്റർ ജോൺ ജോയ് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ ജോൺ ജോയ്, പാസ്റ്റർ രാജേഷ്, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബൈബിളിൽ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ വിശ്വാസയോഗ്യമാണോ? പാസ്റ്റർ ജോൺ ജോയ്. യേശുക്രിസ്തു ബൈബിളിൽ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ എക്കാലത്തും വിശ്വാസയോഗ്യമായി തന്നെയാണ് നിലകൊള്ളുന്നത്. ഒരു കാരണവശാലും അത് വിശ്വസിക്കാൻ തക്കതല്ല എന്ന് നമുക്ക് പറയാനൊക്കെ കഴിയില്ല. പ്രകൃതിയിലും മനുഷ്യ ജീവിതത്തിലും അത് ഏറെ ആഴത്തിൽ അത് പതിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മജീഷ്യന്മാർ ചെയ്യുന്നത് പോലെയോ കൺകെട്ട് വിദ്യകൾ കാണിക്കുന്നത് പോലെയോ ഒന്നുമല്ല യേശുക്രിസ്തു അത്ഭുതം ചെയ്തത്. പക്ഷേ ഇന്ന് പലരും വാദിക്കുന്നുണ്ട്, ഒരു മജീഷ്യൻ ചെയ്ത അത്ഭുതവും യേശുക്രിസ്തു ചെയ്ത അത്ഭുതവും കമ്പയർ ചെയ്ത് അത് താരതമ്യം ചെയ്ത് പറയാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ഒരിക്കലും ഒരു മജീഷ്യൻ ഒരു കുരുടനായ മനുഷ്യനെ അവൻ്റെ കണ്ണ് തൊട്ട് സൗഖ്യമാക്കിയിട്ടില്ല. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ മനുഷ്യ ശരീരത്തിൽ അത് അനുഭവിച്ചറിഞ്ഞവരാണ്. കുരുടൻ്റെ കണ്ണുകളെ തൊട്ട് അല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ചു ഒരു മജീഷ്യന് ചെയ്യാൻ കഴിയത്തില്ല. അത് മാത്രവുമല്ല, പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു മജീഷ്യനോ ഒരു വേറെ ആരെങ്കിലും കാണിക്കുന്ന അത്ഭുതങ്ങളൊക്കെയും ഒരുപക്ഷെ 1 മാസമോ 2 മാസമോ കഴിഞ്ഞാൽ ജനങ്ങളൊക്കെയും പൊതുവെ മറന്നു പോകാറാണ് പതിവ്. എന്നാൽ കർത്താവായ യേശു അത്ഭുതങ്ങളൊക്കെയും കാലാന്ത്യത്തോളം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതും ഇന്ന് എല്ലാവരും ഓർമ്മയിൽ നിൽക്കുകയാണ്. കാരണം ആ അത്ഭുതങ്ങൾക്കൊക്കെയും ജീവൻ ഉണ്ടായിരുന്നു. അതെ, അതൊരു സത്യമുണ്ടായിരുന്നു, ജീവൻ ഉണ്ടായിരുന്നു. അത് അവരുടെ മനസ്സുകളെ തൊട്ടതായിരുന്നു. മറ്റുള്ളവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആരുടെയും കണ്ണിൽ പൊടിയിടാതെ ഒരു കൺകെട്ട് വിധി അല്ല കർത്താവ് അവിടെ ചെയ്യുന്നത്. മറിച്ച് അവരുടെ ജീവിതങ്ങളെ തൊട്ട ഒരു സത്യത്തിൻ്റെതായ ഒരു അത്ഭുതമാണ് ചെയ്തത്. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവർക്ക് ദൈവം നന്മ ചെയ്യുകയായിരുന്നു അത്ഭുതങ്ങളിലൂടെ ചെയ്യുക. അതെ, അത്രത്തോളം അവര് വിശ്വാസ യോഗ്യമാകും വണ്ണം യെശയ്യാവ് പറഞ്ഞതുപോലെ കർത്താവ് വരുമ്പോൾ അവൻ രോഗികളെ സൗഖ്യപ്പെടുത്തും, ആശ്വസിപ്പിക്കുകയും ഒക്കെയും ചെയ്യുമെന്ന് പറഞ്ഞ പ്രകാരം യേശു ചെയ്യുകയായിരുന്നു. അപ്പൊ അത് ഒരു വിശ്വാസ യോഗ്യമായി തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നും ജനങ്ങളൊക്കെയും അത് ഓർമ്മയിൽ നിൽക്കുന്നത്. യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം ഏതാണ് പാസ്റ്റർ? ഖാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതാണ് യേശുക്രിസ്തു ആദ്യമായി ലോകത്ത് ചെയ്ത അത്ഭുതം. ഖാനാവിലെ കല്യാണത്തിൽ യേശുക്രിസ്തുവിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ ആ ഖാനാവിലത്തെ കല്യാണത്തിൽ ആ സമൂഹത്തിൽ എല്ലാവരെയും ക്ഷണിച്ചതുപോലെ തന്നെ യേശുക്രിസ്തു ഒരു ക്ഷണിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. തൻ്റെ പ്രിയ മാതാവിനോട് ഒരുമിച്ച് യേശുക്രിസ്തു ആ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായി ആ കല്യാണത്തിന് പങ്കെടുത്തു. ശിഷ്യന്മാരുണ്ടായിരുന്നോ കൂടെ? എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വചനം നമ്മോട് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് ക്ഷണിക്കപ്പെട്ടവരായി അതിഥികളെ പോലെ തന്നെയാണ് അവരൊക്കെയും കടന്നു വരുന്നത്. അപ്പം മറിയയും കല്യാണത്തിന് പങ്കെടുത്തു എന്ന് നമുക്ക്, അതാണ് നമ്മുടെ വേദപുസ്തകം പറയുന്നത്. കർത്താവായ യേശുവിന്റെ അമ്മയും അതോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നു. വീഞ്ഞ് തീർന്നു പോയി എന്ന് മറിയയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവിടെയുള്ള ആ കല്യാണ വിരുന്ന് നടത്തുന്ന അതിൻ്റെ നടത്തിപ്പുകാരൻ, അദ്ദേഹത്തിൻ്റെ വെപ്രാളം, പ്രയാസം. നമ്മളിന്ന് സാധാരണ നമ്മുടെ കല്യാണ സ്ഥലങ്ങളിൽ ആഹാര സാധനം തീർന്നു കഴിയുമ്പോൾ അതിൽ ക്ഷണിച്ച വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ മുഖത്തിന് വലിയ ഭാവവ്യത്യാസം ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് ഓടുകയൊക്കെ ചെയ്യും. ഇതുപോലെ ഈ ഒരു അവസരം കണ്ടു കഴിഞ്ഞപ്പോൾ എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കും. ഇതിനെ വിളിച്ചവൻ്റെ അവൻ്റെ അവസ്ഥയും അവൻ്റെ കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്തോ സംതിങ് റോങ് ആണ്, എന്തോ പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചെന്ന് കാര്യം പൂർണ്ണമായിട്ട് ചോദിച്ച് പറയുകയാണ്, ആളുകളെ ഒത്തിരി ആൾക്കാരെ ക്ഷണിച്ചു, പക്ഷെ അവർക്ക് എല്ലാവർക്കും കൊടുക്കാണ്ടൊക്കെ സുഭിക്ഷമായ ഭക്ഷണം ഞങ്ങൾ കരുതിയെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഭക്ഷണം തീർന്നു പോയി. പക്ഷെ ഇത് വീഞ്ഞ് തീർന്നു പോയി എന്ന് വന്ന് പറയുന്നത് മറിയാണ്. സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് അവര് കലവറയിൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിയും, പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട്. അവർ വളരെ സെൻസിറ്റീവാണ്.
അവർ ചെന്ന് ആ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. ഓക്കെ. എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു കാര്യം ഒരു വീഞ്ഞ് തീർന്നു എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെന്ന് ആദ്യം കുടുംബനാഥൻ്റെ അടുത്താ പറയാറ് അല്ലേ? അതെ. എന്തുകൊണ്ട് മറിയ അവിടുത്തെ കുടുംബനാഥൻ്റെ അടുത്ത് പറയാതെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പറഞ്ഞു? അല്ല, കുടുംബനാഥനിൽ കൂടെ അറിഞ്ഞാണല്ലോ ഈ സംഭവം മനസ്സിലാക്കുന്നത്. എന്നാൽ അവരുടെ ആ പ്രയാസ ഘട്ടത്തിൽ ഇത്രയും ആളുകൾക്ക് ഇനി ബാക്കിയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ അല്ലെങ്കിൽ വീഞ്ഞ് കൊടുക്കാനൊക്കെ കഴിയത്തില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അവൾക്കറിയാം യേശു ആരാണെന്ന്. തൻ്റെ ഉദരത്തിൽ ജനിച്ച ഈ യേശു ക്രിസ്തു ആരാണെന്നതിനെക്കുറിച്ച് മറിയയ്ക്ക് വ്യക്തമായിരിക്കുന്ന ബോധ്യമുണ്ടായിരുന്നു. അവിടെയുള്ള മറ്റ് ആരെക്കാളും നന്നായിട്ട് മറിയയ്ക്ക് അത് ബോധ്യമുണ്ടായിരുന്നു. ഓക്കെ. യേശുക്രിസ്തു ഇതിനു മുമ്പ് വേറൊരു അത്ഭുതം ചെയ്തിട്ടും ഇല്ല. അതുകൊണ്ട് ആർക്കും അറിയത്തില്ല. മറിയയ്ക്ക് മാത്രമേ യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അറിയാവുന്ന. കാരണം മറിയയ്ക്ക് വ്യക്തമായ ഒരു അറിവുണ്ടായിരുന്നു കർത്താവ് യേശു ആര് എന്ന്. ഒരു ചെറിയൊരു അറിവ്, പൂർണ്ണമായ ഒരു അറിവില്ല എങ്കിൽ തന്നെയും ഒരു ചെറിയൊരു ചിന്ത, യേശു ക്രിസ്തു ആരാണെന്നുള്ള ചെറിയ ചിന്ത മറിയയ്ക്ക് തീർച്ചയായും ഉണ്ടായി. അതുകൊണ്ടാണ് യേശുവിനോട് തന്നെ ചെവിയിൽ പോയി തീർന്നുപോയി എന്ന് പറയുന്നതായ ഒരു കാരണം. ഓക്കെ. അപ്പൊ യേശുക്രിസ്തു എന്താണ് മറുപടി പറഞ്ഞത്? യേശുക്രിസ്തുവിന്റെ മറുപടി വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. സ്ത്രീയെ, എനിക്കും നിനക്ക് തമ്മിൽ എന്ത്? എന്റെ സമയം വന്നിട്ടില്ല എന്നാണ് കർത്താവ് യേശു പറയുന്നത്. എന്തുകൊണ്ട് യേശുക്രിസ്തു അങ്ങനെ മറിയൻ്റെ ചോദിച്ചു? യേശുക്രിസ്തു അങ്ങനെ മറിയോട് ചോദിക്കാനുള്ള കാരണം താൻ ആരാണെന്ന് വ്യക്തമായ രീതിയിൽ മറിയ വിചാരിച്ചു എൻ്റെ മോനാണ്, ഞാൻ ജന്മം കൊടുത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു മകനാണെന്നതിനെക്കുറിച്ച് മറിയ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യേശുക്രിസ്തു യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ആലോചന പ്രകാരം മറിയ അല്ലെങ്കിൽ എൻ്റെ അമ്മയെന്ന് പറയുന്ന മറിയയുടെ ഉദരത്തിൽ ഞാൻ വന്ന് ഉരുവായ ഒരു ശിശുവാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ് ദൈവ സന്ദർഭം ഉപയോഗിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രവുമല്ല, കർത്താവ് യേശു ക്രിസ്തു ഒരു അത്ഭുത പ്രവർത്തന രീതിയിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ചവനല്ല. ഒരു അത്ഭുത പ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കലും അറിയപ്പെടുവാൻ ആഗ്രഹിച്ചവനല്ല കർത്താവ് യേശു ക്രിസ്തു. കാരണം കർത്താവ് യേശുവിന് അറിയാം ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ജനങ്ങൾ എപ്പോഴും അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം എന്നെ ആശ്രയിക്കുന്ന കർത്താവ് യേശു നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഇന്നും അതാണ് നമ്മൾ കാണുന്നത്. ഒരു അത്ഭുതം ചെയ്യുന്ന വ്യക്തിക്ക് എപ്പോഴും ജനങ്ങൾ കൂടെ ചെല്ലും, അനേകരെ അവനെ ഫോളോ ചെയ്യും. അതൊക്കെയും കർത്താവ് യേശു നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും പറഞ്ഞത് ഞാനൊരു അത്ഭുത പ്രവർത്തകനായിട്ട് അറിയപ്പെടുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടുത്തുവാനും ആ മഹത്വം വെളിപ്പെടുത്തുവാനുമായിട്ടാണ് കർത്താവ് യേശു ഭൂമിയിൽ വന്നത്. വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പരാമർശമുണ്ട് കർത്താവ് യേശുവിന് രോഗികളെ കണ്ട് മനസ്സെലിഞ്ഞുവെന്ന്. മനസ്സെലിഞ്ഞിട്ടാണ് കർത്താവ് അവരൊക്കെയും സൗഖ്യപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവം അവരുടെയൊക്കെയും പ്രയാസങ്ങളെ കണ്ട് തിരിച്ചറിഞ്ഞ് കർത്താവ് യേശു ക്രിസ്തു അവരെ സൗഖ്യപ്പെടുത്തുകയായിരുന്നു. അതാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ പാസ്റ്റർ, നല്ലൊരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കാണാം. പ്രിയ പ്രേക്ഷകരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. യഹൂദ നിയമം അനുസരിച്ച് വീഞ്ഞ് വിളമ്പുന്നത് ഒരു ചിട്ടയായിരുന്നു. അത് തീർച്ചയായും ആ സമയങ്ങളിൽ ഒരു കല്യാണത്തിന് വിവാഹത്തിന് ആരെങ്കിലും വിളിച്ചു കൂട്ടിയാൽ വീഞ്ഞ് വിളമ്പുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായിട്ട് അന്നത്തെ വീട്ടുകാർ കണക്കാക്കിയിരുന്നു. ഇവിടെ വേദപുസ്തക പ്രകാരം ഇവിടെ പറയുന്നത് വീഞ്ഞ് അവര് കല്യാണത്തിന് വിളമ്പി എന്നാണ്. അപ്പൊ വീഞ്ഞ് വിളമ്പുക എന്ന് പറഞ്ഞാൽ ഒരു സമ്പ്രദായമായിട്ട് ഒരു ചിട്ടയായിട്ട് തീർച്ചയായും അവർ കണക്കാക്കിയിരുന്നു, അവർ ചെയ്യുകയും ചെയ്തിരുന്നു. വീഞ്ഞ് ഒരു മദ്യമായി കണക്കാക്കിക്കൂടെ? ബൈബിളിൽ മദ്യം ഉപയോഗിച്ചൂടാ എന്ന് പറയുന്നുണ്ടല്ലോ. അത് തീർച്ചയായും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മദ്യം വിളമ്പി എന്നല്ല നമ്മോട് വചനം പറയുന്നത്, മറിച്ച് വീഞ്ഞ് നൽകി എന്നാണ്. ഈ വീഞ്ഞെന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നുണ്ട് അത് മുന്തിരിച്ചാറാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കുകയാണ് എങ്കിൽ അവിടെ വീഞ്ഞ് ആണ് എല്ലാവർക്കും കൊടുത്തത്. മുതിർന്നവർക്കായാലും കുഞ്ഞുങ്ങളായാലും അവിടെ വീഞ്ഞ് വിളമ്പി അവരത് കഴിച്ചു എന്നാണ് നമ്മോട് വചനം പറയുന്നത്. വീഞ്ഞ് മദ്യമല്ല എന്നാണ്. അതെ, തീർച്ചയായും മുന്തിരിച്ചാറിനെയാണ് വീഞ്ഞ് എന്ന വാക്കുകൊണ്ട് ഇവിടെ ബൈബിളിൽ വേദപുസ്തകത്തിൽ അർത്ഥമാക്കുന്നത്. അല്ല, വീഞ്ഞ് മദ്യമാക്കി മാറ്റാൻ കഴിയും, ലഹരി കൂട്ടുകൊണ്ടൊക്കെ കഴിയും. അതെ, ഏത് സാധനങ്ങൾക്കും പ്രകൃതി തന്നിരിക്കുന്ന അതേ കാര്യങ്ങൾ മനുഷ്യൻ അവൻ മറ്റു ചില രാസപദാർത്ഥങ്ങളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അത് ലഹരി പാനീയമായിട്ട് മാറും. പക്ഷേ ഈ കല്യാണത്തിന് കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട്, പ്രായമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ കല്യാണത്തിന് ഇങ്ങനെ ലഹരി പാനീയങ്ങൾ വിളമ്പി നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതെ, ഈവൻ തേങ്ങാ വെള്ളം പോലും
മനുഷ്യർ ഇന്ന് മദ്യമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. പല ലഹരികളും ചേർത്ത്, പല രാസവസ്തുക്കളൊക്കെ ചേർത്ത് അവര് തേങ്ങാ വെള്ളം അത് മദ്യമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇവിടെ വിളമ്പിയിരിക്കുന്നത് ലഹരിയല്ല, മറിച്ച് മുന്തിരിച്ചാറാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ വീഞ്ഞ് അവിടെ തീർന്നു പോകാൻ കാരണം? യജമാനൻ കൂടുതൽ ആൾക്കാരെ വിളിച്ചിട്ട് കുറച്ച് വീഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെച്ചോ, അതോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഒരു പക്ഷേ വീട്ടുടയവൻ അനേകരെ കല്യാണത്തിന് വിളിച്ചിരുന്നു, അപ്രതീക്ഷിതമായിട്ട് വിചാരിച്ചിട്ടും അധികം ആൾക്കാർ വരികയോ അല്ലെങ്കിൽ ആദ്യ പന്തിക്കിരുന്നവരൊക്കെയും അധികം കുടിക്കുകയോ ചെയ്തിരിക്കാം. അല്ലെങ്കിൽ വിളമ്പുന്നവര് അത് കണക്കനുസരിച്ച് വിളമ്പാതെ ഒരു പക്ഷേ ആവശ്യം പോലെ ചോദിച്ചതനുസരിച്ച് കൂടുതൽ വിളമ്പിയത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ തീർന്നു പോയത്. പക്ഷെ വീട്ടുടയവൻ കരുതിയിരുന്നു, പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അത് പെട്ടെന്ന് തീർന്നു പോകുന്നതായിട്ട് നമ്മൾ വചനം പറയുന്നത്. ഇവിടെ വീഞ്ഞ് തീർന്ന ശേഷം മറിയ ചെന്ന് യേശുവിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് നമ്മൾ പറയുകയുണ്ടായി. അപ്പം യേശുവിൻ്റെ മറുപടിക്ക് ശേഷം മറിയ എന്താണ് ചെയ്തത്? മറിയ യേശുവിനോട് ചെന്ന് വിരുന്ന് അല്ലെങ്കിൽ അവരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്ന ആ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ മറിയ അതൊക്കെയും കണ്ട് മനസ്സിലാക്കി യേശുവിനോട് പറഞ്ഞു, വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുകയുണ്ടായി. എന്നാൽ മറിയ തിരിച്ചു വന്ന് ആ വീട്ടുകാരോട് പറയുന്നത്, വേലക്കാരോട്, അവിടെ ആൾക്കാരോട് പറഞ്ഞു, അവർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം എന്നാണ് മറിയ അവരോട് പറഞ്ഞത്. അവൻ എന്ത് പറയുന്നോ അതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറയണം. അപ്പൊ മറിയയ്ക്ക് അറിയാമായിരുന്നു യേശു ക്രിസ്തു എന്തെങ്കിലും ചെയ്യും എന്നല്ലേ? തീർച്ചയായിട്ടും അറിയാമായിരുന്നു. അതെ, വീട്ടുകാരുടെ ആവശ്യം അനുസരിച്ച് അവരെ പ്രയാസത്തിന് വിടാതെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ കർത്താവിന് ചെയ്യുവാൻ സാധിക്കുമെന്ന് മറിയയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അത്രമാത്രം യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൾക്ക് അറിയാമായിരുന്നു. ഇതൊരു ദൈവപുത്രനാണെന്നും അവൻ തൻ്റെ ഉദരത്തിൽ ജനിച്ചതെന്നൊക്കെയും, എന്നാൽ അവനൊരു പ്രത്യേകമായ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലായിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ മറിയക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ തൻ്റെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ, എന്നാൽ അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരിക്കൽ അവരോട് പറഞ്ഞു, ഇതിനൊക്കെ നിങ്ങൾക്ക് ഞാനും നീ തമ്മിൽ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അതായത് അവന് ദൈവപുത്രനാണെന്ന് അറിയുകയും ചെയ്യാം. മറിയെ സംബന്ധിച്ച് അവളൊരു തൻ്റെ പുത്രൻ എന്നുള്ള അവകാശത്തിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഒരർത്ഥത്തിൽ യേശു ക്രിസ്തു അങ്ങനെ സംസാരിക്കാനുള്ള കാരണം. ഓക്കെ. അപ്പം വീഞ്ഞ് തീർന്ന ശേഷം യേശു ക്രിസ്തു എന്തെങ്കിലും ചെയ്തോ അവിടെ? അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വേലക്കാരോട് നിങ്ങൾ കൂജയിൽ വീപ്പമേൽ വെള്ളം നിറയ്ക്കുക എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അവര് അവിടെ ഈ വേലക്കാരൊക്കെയും അപ്പോഴും അവർക്കൊരു ഊഹമില്ല. കർത്താവായ യേശു പറയുകയാണ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അതെ, കർത്താവായ യേശു അവരോട്, കാരണം മറിയ പറഞ്ഞിട്ട് പോവുകയാണ്, അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഇവര് വേലക്കാരത് ശ്രദ്ധയോടെ കൈക്കൊണ്ടു. അവര് കർത്താവായ യേശു വന്ന് നിങ്ങൾ ഈ കൂജകളിൽ പോയി വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇവർ രഹസ്യത്തിൽ പോയി വെള്ളം നിറയ്ക്കുകയാണ് ചെയ്തത്. അവിടെ ഒത്തിരി കൂജകൾ ഉണ്ടായിരുന്നു. അതെ, വീഞ്ഞ് നേരത്തെ നിറച്ചു വെച്ചതായ വീഞ്ഞ് ആ കൂജകൾ ഒഴിഞ്ഞു, ഇപ്പൊ വീഞ്ഞ് ഇല്ലാതെ ഇരിക്കുന്നതായ ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനകത്തൊക്കെയും കൊണ്ട് നിങ്ങൾ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. ഒന്നും പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒഴിഞ്ഞ പാത്രങ്ങളിലെല്ലാം വെള്ളം കോരി നിറയ്ക്കിയത്. എന്നിട്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞെന്നറിയാമോ, ഇത് കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ചിന്തിക്കും, വെള്ളം നിറച്ചവൻ ആ മനുഷ്യൻ വിചാരിക്കണം വെള്ളം നിറച്ചിട്ട് പറയുകയാണ് ഇത് കോരിക്കൊണ്ട് കൊടുക്കാൻ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം വേലക്കാര് വെള്ളം എല്ലാത്തിലും നിറച്ചു കഴിഞ്ഞിട്ട് വെറും വെള്ളമാണ്. അപ്പൊ ശുശ്രൂഷക്കാര് കണ്ടോ അത്ഭുതം ചെയ്തത്, വെള്ളം വീഞ്ഞാക്കിയത്? ഇല്ല, അവിടെ സംഭവിച്ചത് അങ്ങനെ കൊണ്ട് വെള്ളം നിറച്ചെങ്കിൽ തന്നെയും നിറച്ചിട്ട് കർത്താവ് പറഞ്ഞ കോരി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അത് വീഞ്ഞായോ ഇല്ലെന്നൊന്നും നോക്കുന്നില്ല. അവരത് കൊണ്ടുപോയി അത് ഈ സദ്യയിൽ വിളമ്പി. അതെ, മറ്റുള്ളവർ കുടിക്കുമ്പോൾ മാത്രമാണ് അത് വെള്ളം വീഞ്ഞായി എന്ന് മനസ്സിലാക്കുന്നത്. ഈ അത്ഭുതം കാണിച്ചത് ആരും കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളതല്ല, അവർ അനുഭവിച്ചറിയാണ്. അനുഭവിച്ചറിഞ്ഞു. കുടിച്ചവർ പറയാണ്, ഇതിനേക്കാൾ നേരത്തെ ഞങ്ങൾക്ക് തന്നതൊക്കെ ഇത്രയും നല്ല അല്ലായിരുന്നില്ല, അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നത്, എത്രയോ നല്ലതായിരിക്കുന്നത് പറയാണ് അവർ. കുടിച്ചവർ പറയാണ്, അതായത് മറ്റേത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് ആദ്യം നിങ്ങൾ മോശമായിട്ട് വിളമ്പിയത് ഇപ്പോഴെന്നാണ് നിങ്ങൾ നല്ലത് വിളമെന്നാണ് അവരുടെ ഇടയിൽ വന്നിട്ട് സംസാരം. ആരും വെള്ളം വീഞ്ഞാകുന്നത് കണ്ണുകൊണ്ട് കണ്ടില്ല. എന്നാൽ വെള്ളം നിറച്ച കൂജ, ആ കൂജയിൽ നിന്ന് വീണ്ടും അത് എടുത്ത് വിളമ്പിയപ്പോൾ കുടിച്ചവർക്കെല്ലാവർക്കും ബോധ്യമായി ഇത് നേരത്തേതിനേക്കാളും എത്രയോ രുചികരമായ എത്രയോ നല്ല വീഞ്ഞാണ് എന്ന് അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അപ്പൊ അവരുടെ അനുഭവത്തിലൂടെ ആ വെള്ളം വീഞ്ഞായതിന്റെ അവസ്ഥ അവരെല്ലാവരും കണക്കാക്കുകയാണ്. ആ സമയത്താണ് വേലക്കാരി പോലും തിരിച്ചറിയുന്നത് ഈ വെള്ളം വീഞ്ഞായി എന്ന്. അപ്പം അവിടുത്തെ വിരുന്നുവാഴിയുടെ പ്രതികരണം എന്തായിരുന്നു? അവന് ഭയങ്കര സന്തോഷം. കാരണം
ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ആളുകൾ ഇറങ്ങി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തും ഈ വിളിച്ചവനെ അവരെ ആക്ഷേപിക്കും, പ്രയാസപ്പെടുത്തും. അതിൽ പരം വേറൊരു നാണക്കേടില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ച് എൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ വളരെ നാണിച്ചു പോകേണ്ട ഈ സന്ദർഭത്തിൽ യേശുക്രിസ്തു ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവൃത്തിയിൽ അവൻ എത്ര മഹത്വപ്പെടുത്തി കാണും. അവൻ ഒത്തിരി സന്തോഷിച്ചു, ഒരുപാട് സന്തോഷിച്ചു. ഇവിടെ അത് മാത്രമല്ല, ഈ വീട്ടുടയവൻ ആദ്യം ഒരുപക്ഷെ ആ സമയത്ത് വീഞ്ഞു തീർന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടക്കുകയായിരുന്നു. പക്ഷെ ഈ സമയത്ത് കർത്താവായ യേശു ഇപ്രകാരം ചെയ്തത് അവൻ ആവശ്യപ്പെട്ടിട്ട് പോലുമല്ല, എന്നാൽ അവിടെ ആവശ്യം അറിഞ്ഞ് കർത്താവ് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അതിനകത്ത് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവിനെ കണ്ടപ്പോൾ സൃഷ്ടിക്കൊരു മാറ്റമുണ്ടായി. നല്ലൊരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഡിസ്കഷൻ തുടരുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. പ്രിയ പ്രേക്ഷകരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ഈ അത്ഭുതം സംഭവിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എവിടെയായിരുന്നു? അവരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തു അപ്രകാരം ചെയ്യുന്നതായ സമയത്ത് അത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് വചനമായ വ്യക്തം പറയുന്നുണ്ട്. കാരണം ഇവിടെ വചനം പറയുന്നു, അവരൊക്കെയും ഈ അത്ഭുതം കണ്ടതിന് ശേഷം യേശുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഈ അത്ഭുതം കാരണമായി തീർന്നു. കാരണം അവർ കണ്ടതുകൊണ്ടാണ് കർത്താവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇത് യേശുക്രിസ്തുവിന്റെ ആദ്യമായിട്ട് കാണുന്ന അത്ഭുതമായതുകൊണ്ട് ആയിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഈ അത്ഭുതത്തിലൂടെ ഇന്നത്തെ ലോകർക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനായി കഴിയുന്നത് പാസ്റ്റർ? ശരിയാണ്, നല്ലൊരു ചോദ്യമാണ്. ഇന്നത്തെ ലോകര് അന്ന് ആ വിവാഹ ശുശ്രൂഷയിൽ യേശുക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അത് ശരിക്കും പറയുകയാണെങ്കിൽ സൃഷ്ടിതാവിനെ സൃഷ്ടി കണ്ടപ്പോൾ അതിനൊരു മാറ്റമുണ്ടായി. ഇന്നത്തെ ലോകത്തിൻ്റെ മനുഷ്യനും സൃഷ്ടിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. യേശുവിനെ കാണേണ്ട രീതിയിൽ ഉള്ളതുപോലെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. നമ്മൾ രുചിയില്ലാത്ത, മറ്റാർക്കും അധികം ഉപയോഗമില്ലാത്ത ഓരോ പച്ചവെള്ളങ്ങളാണ്. എന്നാൽ നാം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം കുടിക്കുവാൻ ഉതകുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ ഉതകുന്ന, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഉതകുന്ന നല്ല മനുഷ്യരായി നല്ല വീഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും രൂപാന്തരം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഈ അത്ഭുതത്തിന് ശേഷം അന്നത്തെ ജനങ്ങൾ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്ന മിശിഹയാണെന്ന് വിശ്വസിച്ചുവോ? അതെ, വിശ്വസിച്ചു എന്നാണ് നമ്മുടെ വചനം പറയുന്നത്. കാരണം അവരിൽ പലരും കർത്താവായ യേശു വിശ്വസിക്കുവാനായിട്ട് ഈ അത്ഭുതത്തിലൂടെ ഇടയായി തീർന്നു എന്നാണ് നമ്മുടെ വചനം പറയുന്നത്. ഈ അത്ഭുതം ഇന്നത്തെ ലോകർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു? ഇന്നത്തെ ലോകരെ സംബന്ധിച്ച് അതിശയവും അത്ഭുതങ്ങളും കർത്താവായ യേശുക്രിസ്തു ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യേശുക്രിസ്തു ഇന്ന് നമ്മുടെ കൂടെ ഇന്ന് ഭൂമിയിലില്ല. പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഒരു വലിയ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ദൈവമക്കൾക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. അതിന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും ചെയ്തിട്ടുണ്ട്, ശിഷ്യന്മാരൊക്കെയും ചെയ്തിട്ടുണ്ട്. ഇന്നും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിൽ നടന്നു. അതാണല്ലോ ക്യാൻസർ പേഷ്യൻ്റ് അല്ലെങ്കിൽ അതുപോലെ മറ്റു തീരാവ്യാധികൾ പിടിച്ചിരിക്കുന്ന ആളുകൾ ഡോക്ടർമാർക്ക് പോലും സൗഖ്യമാക്കാൻ കഴിയത്തില്ലെന്ന് തോന്നുന്നെങ്കിൽ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. അനേക രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. അതെ, ദൈവം നമ്മുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നമ്മെ സഹായിക്കുന്നതായ ഒരു അവസ്ഥയിൽ വിശ്വാസികൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ തക്കോണം ഇന്നും സാധിക്കുന്നുണ്ട്. കർത്താവ് നമ്മോടുകൂടെ ഇന്ന് വ്യക്തിപരമായില്ലെങ്കിൽ തന്നെയും അവൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മോട് ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ പ്രയാസങ്ങളെ അറിഞ്ഞ് നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ കരുതുവാൻ അവൻ ഇന്നും മതിയായവനാണ്. അതാണ് നമ്മുടെ വചനം പറയുന്നത്. അപ്പോൾ ഈ കാനാവിലെ കല്യാണത്തിലൂടെ വ്യക്തിപരമായി കർത്താവ് അവിടെ ഉണ്ടായിരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അതുപോലെ നമുക്ക് ഇന്നും നമ്മുടെ പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒരു ദൈവം, വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പലപ്പോഴും കാണുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം പലർക്കും വ്യക്തിപരമായിട്ട് പല സാക്ഷ്യങ്ങളും പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പല അത്ഭുതങ്ങളും ദൈവം ഇന്നും ചെയ്യുന്നുണ്ട്. ഇന്ന് ലോകർ പലരും പലവിധമായ അത്ഭുതങ്ങളും
എല്ലാം കാണിക്കുന്നുണ്ട്. ലോകർ ആ ജനങ്ങളുടെ പിറകെ പോകുന്നതായി കാണാം. എന്തുകൊണ്ട് ഇന്നത്തെ ജനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല? ഇത്രയും വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടും. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അന്ത്യകാലത്ത് സകല ആളും എന്നോട് പറയും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതം പ്രവർത്തിച്ചു, അതിശയം പ്രവർത്തിച്ചു, ഭൂതങ്ങൾ വിട്ടുപോയി എന്നൊക്കെ പറയും. എന്നാൽ യേശു ക്രിസ്തു അവിടെ നിന്ന് അന്ത്യകാലത്ത് അങ്ങനെ പറയുമെങ്കിൽ തന്നെയും ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയാനുള്ള കാരണം, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം, പ്രമാണിക്കണം, അനുസരിക്കണം, കാത്തുകൊള്ളണം. അത് ചെയ്യാതെ ഇന്ന് അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും പുറകെ ജനമെന്ന് പരക്കം പായുകയാണ്. പിശാചിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ മോശ വന്നു കഴിഞ്ഞപ്പോൾ മോശ തൻ്റെ വടി താഴെ ഇട്ടു, അത് സർപ്പമായിട്ട് മാറി. മന്ത്രവാദികൾ അതുപോലെ ചെയ്തു. പക്ഷേ ഏതാനും ചില മിനിറ്റുകൾക്കകമായിട്ട് മോശയുടെ സർപ്പമായിരുന്ന ഈ വടി എന്താണ്, അതിനെയൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. ലോകത്തിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും പിശാച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ചെയ്യുന്നതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. ഇത് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നാം ഇന്ന് കാണുന്നതായ അത്ഭുതങ്ങളൊക്കെയും ദൈവത്തെ അനുസരിക്കാതെ തോന്നും പോലെ ജീവിക്കുന്നതായ മനുഷ്യരൊക്കെയും ഇപ്രകാരം പലതും കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പിശാചിന് അല്പസമയം മാത്രമേ ഉള്ളൂ ഭൂമിയിൽ. അതെ, അവൻ അതുകൊണ്ട് വളരെ ശക്തമായിട്ട് ഒരുപാട് മിറക്കിൾസ്, അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയാണ്. അവനുള്ളതായ ഈ അല്പസമയം അവൻ ഉപയോഗിക്കുകയാണ്. അത്ഭുതങ്ങളിലൂടെ വചനം പറയുന്നു, അവൻ ഇപ്രകാരം അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്ത് അനേകരെ തന്റെ ഭാഗത്ത് ചേർക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചവനാണെന്ന് വെളിപാട് നമ്മോട് പറയുക. അവിടെ പറഞ്ഞതാണ് അന്ത്യകാലത്ത് എന്താണ്, ആകാശത്തിൽ അത്ഭുതങ്ങൾ, ഇന്ന് ഭൂമിയിലല്ല നടക്കുന്നത്, ആകാശത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ കാണുക പറഞ്ഞിരിക്കുന്നത്. അവൻ തീ ഇറങ്ങുമാറ് വളരെ അത്ഭുതങ്ങൾ പിശാചി ചെയ്യും. പക്ഷേ അത്ഭുതമല്ല പ്രധാനപ്പെട്ട വിഷയം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശ്വസിക്കുന്നു, ആ വിശ്വാസം, ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. അതല്ലാതെ അശുദ്ധിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ പാസ്റ്റർ, നല്ലൊരു ചർച്ചയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ പാസ്റ്റർ ജോൺ ജോയുമായിട്ട് ഈ ചർച്ചയുടെ അവസാനമായി പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, സൃഷ്ടി സൃഷ്ടാവിനെ കണ്ട് നിറം മാറിയെന്ന് ഞങ്ങൾ കേട്ടല്ലോ. അതിന് രുചിക്ക് വ്യത്യാസം വന്നു. യേശുവപ്പ, ഞങ്ങളുടെ ജീവിതത്തിലും നീ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതിനായിട്ട് നന്ദിയോ. നീ അവിടുത്തെ സൃഷ്ടിതാവായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്ത പാസ്റ്റർ ജോൺ ജോയ്ക്കും പാസ്റ്റർ രാജേഷിനും എൻ്റെ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഇത്രയും നേരം ഈ ചർച്ച വീക്ഷിച്ച നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം നിങ്ങൾ ശ്രവിച്ചുവല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രാർത്ഥനയോടെ കർത്താവിൽ വിശ്വസിക്കൂ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.